ഹലോ ഗായ്സ്, ഇത് നമ്മുടെ വിഷുവിൻ്റെ വ്ളോഗാണ്. വിഷു കഴിഞ്ഞ് കുറേ കഴിഞ്ഞാണ് ഞാൻ ഇടുന്നത്. കാരണം എനിക്ക് എഴുതി ചെയ്യാനുള്ളൊരു മടി കൊണ്ട് നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അങ്ങനെ വിഷുവിന് ഇന്ന് രാവിലെ അച്ഛൻ കൈനീട്ടമൊക്കെ തന്നു. പിന്നെ അത് കഴിയുമ്പോൾ കിച്ചനെ റെഡിയാക്കുകയാണ്. അച്ഛക്ക് കുഞ്ഞിന് ഒരേപോലത്തെ കളറാണല്ലോ. സൂപ്പർ ഉടുപ്പ്, കണ്ണന്റെ ഉടുപ്പ്. മോനെ മോനെ വിഷുക്കോടി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? സൂപ്പർ പുള്ളിക്കാതിട്ട് കൈനീട്ട കൈനീട്ട കുഞ്ഞു കൊണ്ടിട്ടുണ്ട്. ഓ പോക്കറ്റ് വെച്ച് കാറ്റ് വേണ്ട മോന്റെ കൊണ്ടിതാ. പോലെ ഉടുപ്പിടാൻ എന്തോ സ്വർണ്ണമൊന്നുമില്ലേ? സ്വർണ്ണം വേണത്തിരിപ്പുണ്ട്. അത് കൊച്ചിന്റെ മാല കൊണ്ട് കളയില്ലേ, ശീല ഓടിക്ക് പോയി. തരാണ ശീലയായിരുന്നെങ്കിൽ ഇപ്പൊ വരച്ച് അവിടെ ഒരു ദിഗംബരനാക്കിയാലേ അവളിപ്പോ കുഞ്ഞിനെ ദിഗംബര സ്റ്റൈലിൽ വരച്ചെടുത്തല്ലേ അവളിപ്പോ. പൊട്ടൊന്നും തുടങ്ങിയത്തില്ല ഇപ്പൊ, കുഞ്ഞ് വലുതായിരുന്നു. മുണ്ടൊക്കെ കൊടുത്തപ്പോ കുഞ്ഞു വലിയ ചെറുതനായി. സിന്ദൂരക്കുറി ഇപ്പൊ പെണ്ണാവോ? മോനെ ഉടുപ്പ് ഇഷ്ടപ്പെട്ടോ? ആരാ മേടിച്ചേ? അയ്യോ രാജേഷാണോ ഉടുപ്പ് മേടിച്ചേ? എന്നെ എടുത്താലും ഇവിടുത്തെ പട്ടിയാണേലും കുട്ടിയാണേലും എല്ലാം രാജേഷ് എന്റെ ക്രെഡിറ്റ് മൊത്തം അല്ലേ? ഏതമ്മ? ഞാനാന്ന് പറ. പാവ ഉറക്കത്തിന് വിളിച്ചെണീപ്പിച്ച കുഞ്ഞിന്. തെക്കേടുത്ത രാമൻകുട്ടി അടുത്തത് അയച്ചു കൊടുക്ക്, അയച്ചു കൊടുക്ക്. അയച്ചേ, മറ്റേ കൈ കൊണ്ട് പോടെ. അയച്ചേ. ഇല്ല ഞാൻ പോകുന്നില്ല. കൊടുക്കമ്മേ. ബായ് ഒരു ബായോടെ പറഞ്ഞേ. ഞാൻ അവരെ പോയി ഞാനൊന്ന് പോകുന്നു പായസത്തിലേക്ക്. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ അമ്പലത്തിൽ എപ്പോഴേ ഒരുപാട് തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ ചെന്ന് പറയൊക്കെ ഇട്ട് നമ്മളോട് പായസം മേടിക്കാൻ 10 മണിക്ക് വരാനാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ വന്നപ്പോൾ ഇവിടെ പായസമായിട്ടില്ല. അവർ പറഞ്ഞു പോയിട്ട് 11 മണിക്ക് വരാൻ. 11 മണിക്ക് വരാമോ? 11 മണിക്ക് വരാമോ? ഇതാണ് നമ്മൾ ഗൈസ്, നമ്മൾ പിന്നെ വൈകിട്ട് അമ്പലത്തിൽ പോണേ. ഋഷി
Guys, Kurup is there. Rishi is there. Apache with the brothers. Students, hello students. Guys, നമ്മൾ അമ്പലത്തിൽ വന്നു. അങ്ങനെ വൈകിട്ട് അമ്പലത്തിലെ പടക്കപ്പൊട്ടിക്കുകയാണ് ഈ കാണുന്നത്. അത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് മെയിനായിട്ട്. ഞങ്ങൾ വന്നപ്പോൾ ഇപ്പോഴും ഇവിടെ പറയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറയുന്നത് കഴിഞ്ഞിട്ടാണ് എല്ലാവരും നേരെ എണീറ്റ് വലിയ പെണ്ണുങ്ങളുടെ വീട്ടിലാണ് സത്സമ്മേളനം. എൻ്റെ വീട്ടിൽ സത്സമ്മേളനം സത്സമ്മേളനം. ഞങ്ങൾ അവിടുന്ന് നേരെ വീട്ടിൽ പോയി. അങ്ങനെ തിരിച്ച് കിട്ടി വന്നിട്ട് നല്ല പകലും പറഞ്ഞും കച്ചവടം അച്ചാറും കൂട്ടി ഞങ്ങൾ അടിപൊളി ചോറ് കഴിച്ചു ഗൈസ്.